ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഈ വീഡിയോയ്ക്ക് വളരെ ഓഡിയോ വലിയ ക്ലിയർ ആയിരിക്കില്ല. വീഡിയോ വളരെ രസകരമായിട്ടുള്ള വീഡിയോസ് ഒന്നുമല്ല. ഞാൻ പറയുന്ന കാര്യമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം ബിറ്റ്കോയിനെ കുറിച്ചാണ്. നിങ്ങളുടെ ലൈഫിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ് അടുത്ത 8 മുതൽ 11 ആഴ്ച. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 11 ആഴ്ചകളാണ് വരാൻ പോകുന്നത്. അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 ആഴ്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ ആ 11 ആഴ്ചകൾക്കുള്ളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ ഫാസ്റ്റായിട്ട് മൂവ് അപ്പ് ചെയ്യും. അതായത് ബിറ്റ്കോയിൻ ഏകദേശം 100K എബോവ് നവംബറിന് ശേഷം വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അത് മാത്രമല്ല, ഈ ഒരു ബുൾ റണ്ണിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം എൻ്റെ അനാലിസിസ് അല്ല, ലോകത്തിലെ വളരെ വലിയ അസറ്റ് മാനേജ്മെൻറ്റ് ഫേംസ് അല്ലെങ്കിൽ ഈ അസറ്റ് മാനേജ് ചെയ്യുന്ന വലിയ വലിയ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്ന വലിയ വലിയ ആളുകളുടെ പ്രൊഡിക്ഷൻ കൂടാണ്. അവരുടെ അനുസരിച്ച് അവർ പറയുന്ന അനുസരിച്ച് ഏകദേശം 280K തൊട്ട് 400 സംതിങ് അല്ലെങ്കിൽ 600K വരെ പോകാം, അല്ലെങ്കിൽ 1 മില്യൺ വരെ പോയേക്കാം ഈ ഒരു റൈഡ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 3 പ്രൈസ് റേഞ്ച് പറയാം. ഒന്ന് 180K, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ ബുൾ മാർക്കറ്റ് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ കൺസർവേറ്റീവായിട്ട് ചിന്തിക്കുവാണെങ്കിൽ അറൗണ്ട് 180K വരെ ബിറ്റ്കോയിൻ പോകും. 180K USD. ഓക്കെ, രണ്ടാമത്തെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 280K ആണ്. ഏകദേശം ഒരു നോർമൽ രീതിയിൽ നിൽക്കുവാണെങ്കിൽ, അത്യാവശ്യം നല്ല ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒന്നുകൂടെ പറയാം. രണ്ടാമത്തെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 280 to 320 ആണ് ഞാൻ പറയുന്ന പ്രൈസ് റേഞ്ച്. മൂന്നാമത്തെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു വളരെ വലിയൊരു ബുള്ളിഷ് ആണെങ്കിൽ ഏകദേശം 400 തൊട്ട് 600K അകത്ത് ഇത് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ബിറ്റ്കോയിൻ പ്രൈസ് നിൽക്കുന്ന ഏകദേശം 59,000 അല്ലെങ്കിൽ 60,000 USD റേഞ്ചിലാണ്. ഈ റേഞ്ച് വളരെ കുറച്ച് നാളായിട്ട് ഈ റേഞ്ചിൽ തന്നെ ഇങ്ങനെ ഈ ഒരു റേഞ്ചിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ബുൾ മാർക്കറ്റ് തുടങ്ങാൻ പോകുന്നതിന് മുന്നേ ഒരു പ്രൈസ് റേഞ്ചിൽ അതിങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യാറുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചാണ് കഴിഞ്ഞ വർഷത്തെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 6,000 to 10,000 ആണ് കഴിഞ്ഞ വർഷത്തെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞത്. പക്ഷേ ഈ വർഷത്തെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് അത് ഇപ്പം 59,000 അല്ലെങ്കിൽ 60,000 ആണ്. നിങ്ങളോട് ഞാൻ പറയുന്നത് 60,000 USD കൊടുത്തിട്ട്, അല്ലെങ്കിൽ 60,000 USD എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി ഏകദേശം 48 ലക്ഷം രൂപ കൊടുത്തൊരു ബിറ്റ്കോയിൻ വാങ്ങിക്കണമെന്നല്ല പറയുന്നത്. നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇറ്റ്സ് നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസ്. നിങ്ങൾക്കൊരു ബിറ്റ്കോയിൻ 1% വാങ്ങിക്കാം, അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാം, 1000 രൂപയ്ക്ക് വാങ്ങിക്കാം. പക്ഷേ 1000 രൂപയ്ക്ക് വാങ്ങിക്കാൻ ഞാനിപ്പോൾ ആരോടും പറയത്തില്ല. കാരണം പ്രൈസ് നമ്മളെ ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് മേ ബി നമ്മുടെ ലൈഫ് ടൈം ഇനി ഒരിക്കലും നമ്മൾ കാണില്ല. ഓക്കെ, അതുകൊണ്ട് അത്യാവശ്യം നിങ്ങളുടെ വെൽത്തിൻ്റെ ഒരു 5 തൊട്ട് 10% വരെ നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യാം. അതാണ് സേഫസ്റ്റ് വേ. അറ്റ്ലീസ്റ്റ് 5 to 10% ആണ് ഞാൻ പറയുന്നത്. ഫുൾ ഇടണമെന്ന് ഞാൻ ഒരിക്കലും ആരോടും പറയുന്നില്ല. അത് നിങ്ങൾ എത്രമാത്രം ബിറ്റ്കോയിനെ കുറിച്ച് അറിയുന്ന, കൂടുതൽ എന്തുമാത്രം ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും തോറും നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. ഓക്കെ, ഐ നീഡ് ടു പുട്ട് മോർ ഇൻ ടു ദാറ്റ്. ആ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ പറയുന്നത് സഡൻലി ഇതൊരിക്കലും ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ വെൽത്ത് ഇത്രയും നാൾ ഉണ്ടാക്കിയ വെൽത്തിൻ്റെ 5 to 10% നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഇത് പോകാൻ പോകുന്നത് ഇപ്പോൾ 60,000 ആണ്. അറൗണ്ട് 60,000 റേഞ്ചിലാണ് ഇതിപ്പം കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അനുസരിച്ച് ഒരു 280 പോവുകയാണെങ്കിൽ ഏകദേശം 3 ഇരട്ടി പ്രൈസ് അറ്റ്ലീസ്റ്റ് ഇസ് ഗോ അപ്പ്. അത്രയും ഇരട്ടി ഇത് പോവാണ്. ഇപ്പോൾ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറയുവാണ്. നിങ്ങളൊരു വ്യക്തി ഇത്രയും നാൾ ഇത്രയും വർഷം അയാൾ ഉണ്ടാക്കിയ പൈസ ബിറ്റ്കോയിനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് 3-4 ഇരട്ടിയായിട്ട് ഏകദേശം നെക്സ്റ്റ് 18 monthsനുള്ളിൽ ഇത് പോകും. ഓക്കെ, ഞാൻ അടുത്ത 5 കൊല്ലത്തെക്കുറിച്ചല്ല പറയുന്നത്, ഈ 3-4 മടങ്ങ് അടുത്ത 18 മാസങ്ങൾക്കുള്ളിൽ. ഓക്കെ, ഇത് പറയാൻ ഒത്തിരി കാരണം, ഇനി ഒരിക്കലും ഈ പ്രൈസ് റേഞ്ച് നമ്മുടെ ലൈഫിൽ വരത്തില്ല, ഒരിക്കലും വരില്ല. ഈസ് എ ജനറേഷൻ വെൽത്ത്. ബിറ്റ്കോയിൻ ഈസ് എ ജനറേഷൻ വെൽത്ത്.
ഒരിക്കലും ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യരുത്, സെല്ല് ചെയ്യരുത്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് അസറ്റാണ്. പലരും വിചാരിക്കുന്നുണ്ട് ഇതൊരു സ്കാമാണ്, അല്ലെങ്കിൽ ഒരു പോൺസി സ്കീമാണ്, ആളുകളെ പറ്റിക്കാൻ വേണ്ടിയാണ്. ഒരിക്കലുമല്ല. ഇതൊരു പോൺസി അല്ലെങ്കിൽ ഒരു സ്കാമായിട്ടുള്ളൊരു അസറ്റല്ല. ഇത് പുതിയ വെൽത്താണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കണം എന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞുതരാൻ ഒക്കത്തില്ല. ഇനി പയ്യെ വേണമെങ്കിൽ അത് കുറച്ച് പറഞ്ഞുതരാം. പക്ഷേ ഈ വീഡിയോ എപ്പോഴും ഇവിടെ കാണും, ഈ യൂട്യൂബ് ചാനൽ തന്നെ കാണും. കാരണം എനിക്ക് ഇതൊരു തെളിവാണ്. നിങ്ങളോട് ഞാനത് പറഞ്ഞിരുന്നു, ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങളോട് ബിറ്റ് കോയിൻ മേടിക്കാൻ. അതൊരു തെളിവായിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ തന്നെ കാണണം. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു സ്കാം അല്ല എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെൻ്റ് ആയിട്ടുള്ള ബ്ലാക്ക് റോക്ക് അല്ലെങ്കിൽ ഫെഡിലിറ്റി, ഇവരെല്ലാം മുന്നോട്ട് വന്നു. ബിറ്റ് കോയിൻ്റെ ETF ആയിട്ട് മുന്നോട്ട് വന്നു. ഈ ബിറ്റ് കോയിൻ്റെ ETF ആയിട്ട് മുന്നോട്ട് വന്നത് എങ്ങനെയാണ്? അവർ US ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് അപ്രൂവൽ മേടിച്ചിട്ടാണ് ഈ ഒരു ഈ ETF അപ്രൂവൽ മേടിച്ചിട്ടാണ് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമിലേക്ക് അവരത് ഈ ബിറ്റ് കോയിൻ്റെ ETF വന്നതുകൂടി വലിയ ബാങ്കുകൾക്കും വലിയ ഫേമുകൾക്കും ബിറ്റ് കോയിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും വലിയ ഇത് സ്കാം ആണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെൻറ്റ് മുന്നോട്ട് വരിക, ബിറ്റ് കോയിൻ ETF വേണ്ടി അപ്രൂവൽ ഗവൺമെൻറ്റിൽ നിന്ന് മേടിക്കുക, അതൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരു ചെറിയ ഉദാഹരണം പറയും. റീസെൻ്റ്ലി കുറേ മാസങ്ങൾക്ക് മുന്നേ ഇലക്ഷൻ്റെ സമയമാണെന്ന് തോന്നുന്നു, നമ്മുടെ നാട്ടിൽ വലിയ പാർട്ടിയിലുള്ള വലിയ ആളുകൾ അവരുടെ സ്വത്ത് വിവരപ്പട്ടിക അത് പുറത്ത് പറയുക, അല്ലെങ്കിൽ എന്താണ് ഗവൺമെൻറ്റിന് കൊടുക്കുക എന്നുള്ള എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കണ്ടത് ശശി തരൂർ ബിറ്റ് കോയിൻ്റെ ETF പുള്ളിയുടെ വെൽത്തിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഓരോരുത്തർ കാണിക്കുക അവരുടെ ബാങ്കിൽ ഇത്ര പൈസ, അവരുടെ ബിസിനസ്സിൽ നിന്ന് വന്ന ഇത്ര പൈസ, അവരുടെ റിയൽ എസ്റ്റേറ്റ്, അവരെല്ലാം ഇത് കാണിക്കാറുണ്ട്. അതിനകത്ത് ഒരു വിഭാഗമാണ് പുള്ളി ശശി തരൂർ കാണിച്ചിരിക്കുന്ന ബിറ്റ് കോയിൻ ETF. ഇതൊരു സ്കാം ആണെങ്കിൽ പുള്ളി പബ്ലിക്കലി ഒരു ഗവൺമെൻറ്റിനെ സബ്മിറ്റ് ചെയ്യുമോ എൻ്റെ കയ്യിൽ ബിറ്റ് കോയിൻ്റെ ETF ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ഓക്കെ, നിങ്ങൾ പലരും പറയുന്നുണ്ടായിരിക്കും സ്കാമാണ്. പെട്ടെന്നൊരു ഇന്ത്യക്ക് ഇത് അഡോപ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ് ഈ ഒരു പുതിയൊരു കാര്യത്തിലേക്ക്. എപ്പോഴും ഇന്ത്യ പുതിയ കാര്യം വരുമ്പോൾ അഡോപ്റ്റ് ചെയ്യാൻ പാടാണ്. പക്ഷേ ബാക്ക് എൻഡിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇത് പെട്ടെന്നായിരിക്കും. ഇത് ഇപ്പം ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് എല്ലാവരും അഡോപ്ഷൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ പ്രൈസ് മില്യൺസ് ഓഫ് ഡോളർ ആയിരിക്കും. നിങ്ങളൊരു അസറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്കൊരു വെൽത്ത് ബിൽഡ് ചെയ്യണമെങ്കിൽ, എല്ലാവരും റീച്ച് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് മാക്സിമം എത്രയും നിങ്ങൾക്ക് അക്കോമഡേഷൻ ചെയ്യാനൊക്കെ അത്രയും ചെയ്യണം. അത് ഏതൊരു കാര്യത്തിനകത്താണെങ്കിലും അങ്ങനെയാണ്. അതായത് ഒത്തിരി ആളുകൾ വന്നു കഴിഞ്ഞാൽ പ്രൈസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞു. നിങ്ങൾക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ആയിട്ട് കാര്യങ്ങൾ അത് അക്കോമഡേഷൻ ചെയ്യാൻ ഒക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ടൈം ഈസ് റണ്ണിങ് ഔട്ട്. അടുത്ത 11 ആഴ്ചകൾ കൂടിയുള്ളൂ, മാസങ്ങളല്ല, ആഴ്ചകൾ കൂടിയുള്ളൂ നിങ്ങൾക്ക്. ഓക്കെ, സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് നിങ്ങൾക്ക് മേടിക്കാൻ ഈ 60,000 രൂപയ്ക്കകത്ത് ഇപ്പം നിങ്ങൾക്കത് ഒരു 5 ലക്ഷം രൂപ ഇടുവാണെങ്കിൽ അത്യാവശ്യം സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ 100K മുകളിലോട്ട് 200K എബോവ് പോകുമ്പോൾ നിങ്ങളിനി 10 ലക്ഷം രൂപ ഇട്ടാൽ അത്രയും അധികമുള്ള പൈസ കിട്ടൂല, അത്രയും അധികം ബിറ്റ് കോയിൻ നിങ്ങൾക്ക് കിട്ടൂല. സോ നിങ്ങളോട് ഒരു ബിറ്റ് കോയിൻ വാങ്ങിക്കാൻ പറയുന്നില്ല, നിങ്ങൾക്ക് 1% ബിറ്റ് കോയിൻ്റെ 1% വാങ്ങിക്കാം, 1000 രൂപയ്ക്ക് വാങ്ങിക്കാം, വേണമെങ്കിൽ 10 രൂപയ്ക്ക് വാങ്ങിക്കാം. പക്ഷേ നിങ്ങളുടെ ടൈം ഔട്ട് ചെയ്യുവാണ്. നിങ്ങൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യരുത്. പ്രത്യേകിച്ച് ഇത് പറയുന്നത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരോടാണ്. 22 വയസ്സ് മുതൽ ഏകദേശം 45 വയസ്സ് വരെ ഉള്ളവരോട് ഞാൻ പറയുന്നത്, ഇതിനെക്കുറിച്ച് പഠിക്കുക, ടൈം വേസ്റ്റ് ചെയ്തത്. വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, ഈ ഒരു അസറ്റ് വരിക, ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരു പുതിയൊരു അസറ്റ് വരിക എന്ന് പറയുന്നത് അത് എപ്പോഴും വരാറില്ല. മേ ബി 100 കൊല്ലത്തിന് 200 കൊല്ലത്തിന് ഇരിക്കലാണ് ഇതൊക്കെ വരുന്നത്. സോ വൺസ് ഇൻ എ ലൈഫ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരു പുതിയ അസറ്റാണ്. അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഗോൾഡ് ഒരു അസറ്റാണ്. ഓക്കെ, US സ്റ്റോക്ക് മാർക്കറ്റ് ഒരു അസറ്റാണ്, അല്ലെങ്കിൽ സിൽവർ ഒരു അസറ്റാണ്, റിയൽ എസ്റ്റേറ്റ് ഒരു അസറ്റാണ്, അതേപോലെ ഒരു ബോണ്ട് ഒരു അസറ്റാണ്. അതേപോലെ ഒരു അസറ്റാണ് ബിറ്റ് കോയിൻ. ഇപ്പം പുതിയ ജനറേഷനിലേക്ക് അടുത്തൊരു 500 കൊല്ലത്തേക്ക് ഇത് പുതിയൊരു അസറ്റാണ്. ഈ ബിറ്റ് കോയിനെ ബീറ്റ് ചെയ്യാൻ ഒരു അസറ്റിനും വന്നിട്ടില്ല. അതിൻ്റെ വളർച്ചയെ ബീറ്റ് ചെയ്യാൻ, ഞാൻ പറയുന്നത് വളർച്ചയാണ്, അത്രയധികം വളർച്ച തരുന്ന ഒരു അസറ്റാണ് ബിറ്റ് കോയിൻ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാം. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ത്രെഡ് തന്നേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് എ സ്കാം. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കേണ്ട സമയമായി, ഇതിനെക്കുറിച്ച് അറിയേണ്ട സമയമായി, ഇതിന് പ്രാധാന്യം ഊന്നേണ്ട കാര്യങ്ങളായി. നിങ്ങളുടെ ജീവിതത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ബിറ്റ് കോയിൻ.
അക്യുമുലേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ബിറ്റ് കോയിൻ മേടിക്കുക എന്നുള്ളത്. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോട്ടെ. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് ഒരു ട്വിറ്ററിൽ, അല്ലെങ്കിൽ ഇപ്പം എക്സ് എന്നാണല്ലോ പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട, ബിറ്റ് കോയിനായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ബിറ്റ് കോയിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന, കൂടുതൽ അറിവുകളുള്ള കുറേ ആളുകൾ അടങ്ങുന്ന കുറേ ഗ്രൂപ്പുകളുണ്ട്. അതിലൊരു വ്യക്തിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പുള്ളി പറയുന്ന 3 വാചകമുണ്ട്. ആ 3 വാചകം ഇതാണ്: ബൈ ബിറ്റ് കോയിൻ, ഷട്ട് ദ ഫക്ക് അപ്പ് ആൻഡ് ഗെറ്റ് ഫാബുലസ്ലി വെൽത്തി. ഇങ്ങനെ 3 സെന്റൻസ് ആണ് പുള്ളി പറയുന്നത്. ഒന്നും കൂടെ പറയാം: ബൈ ബിറ്റ് കോയിൻ, ഷട്ട് ദ ഫക്ക് അപ്പ്, ഗെറ്റ് ഫാബുലസ്ലി വെൽത്തി. ഈ 3 സെന്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോണ്ട് മിസ് ഇറ്റ്, ദിസ് ഓപ്പർച്യൂണിറ്റി. ടേക്ക് കെയർ, ബൈ ബൈ.